എടോ വിഷഹാരി, ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചുകൊണ്ട് വരുന്ന കാണണ്ടേ? വേണം. ചൂണ്ട ആരാ മോൻ? കൊല്ലക്കുറുപ്പല്ലേ? കൊത്താൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്നില്ലേ അവൻ? തിരുമേനി, ആരാ വരുന്നത്? പത്തി പൊന്തിയ വെമ്പാലെ പോലാണല്ലോ അവന്റെ വരവ്. പറടാ, ആരാ നിന്നെ അയച്ചത്? ആളെ കാണിച്ചതാടാ. എടാ ചൂണ്ടേ, എന്താ സംഭവിച്ചത്? നീയല്ലേ ഇന്നലെ എന്നെ ചേലക്കര ഷാപ്പിൽ നിന്ന് പൊക്കിയത്? അല്ല. അതെ. അത് പിന്നെ കള്ളുപിടിച്ച് വിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റാണ്ടായപ്പോ ഷാപ്പുകാരനെ വിളിച്ചത്. കള്ളം വിളിച്ചതല്ല, നീ സ്വയം ഏറ്റെടുത്തതാ. നീ ഷാപ്പിലുണ്ടായിരുന്നു. നീ എന്നെ വഴി തള്ളി എന്നിട്ട് ഇവിടെ പൊങ്ങി. പറടാ, നീ ഏത് ബ്രോക്കറുടെ ഏജന്റാ? വാങ്ങാൻ ചാടി പുറപ്പെട്ടപ്പോ ഈ നാടിന്റെ ചരിത്രം ഒന്നും പഠിച്ചില്ലല്ലേ? പഠിപ്പിച്ചു തരാൻ നിങ്ങളാണോ ഇവിടത്തെ ചരിത്രകാരൻ? അല്ല. 8 16 എടുക്കല്ലേ മൂപ്പിന്നെ. കച്ചവടം മുടക്കാൻ വരുന്നവനൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കുഞ്ഞുണ്ണിക്ക് നന്നായിട്ട് പോട്ടെ സാറേ, പോട്ടെ. ആര് സാറിനോട് കലമ്പാൻ നിൽക്കണ്ട. 6-ാം നമ്പർ ആറാട്ട് കൊമ്പനായി സാറ്. സാറ് തന്നെ വാങ്ങും. ചില്ലറ വല്ലതും വേണമെങ്കിൽ സാറ് നമുക്ക് തരും. ഒന്ന് മാറിയേ ജോത്സ്ന, സാറ്. സാർ, വെളുപ്പിന് മുതൽ അന്വേഷിച്ച് നടക്കുക ഞങ്ങള്. ചേലക്കര ഷാപ്പിൽ കാറ് കിടക്കുന്ന കണ്ടു. അവരെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ആ ബ്രോക്കർ എടപ്പാൾ ഗിരീശനെ നിനക്ക് എങ്ങനെയാ പരിചയം പറഞ്ഞത്? സാർ, അത് എനിക്ക് പരിചയമൊന്നുമില്ല. അത് അയാള് നേരിട്ട് ഓഫീസിൽ വന്ന് പരിചയപ്പെട്ട. വാസു, നീ എന്റെ ഒരുപാട് മേടിച്ചതല്ലേ? ഇത്തിരി എണ്ണ മേടിച്ചിട്ട് നല്ലോണം പുഴുങ്ങി കുളിക്കും. വാ. സാർ, അത് നല്ല മനയാണോ? കണ്ടിട്ട് എന്തായി? ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചതൊക്കെ മോഹവില കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ മനയും വാങ്ങും. അച്ഛാ, എവിടെയാണ് നമുക്ക് പഴിച്ചത്? ഇന്നൊരു സുദിനമാവുന്ന ഞാൻ വിചാരിച്ചത്. അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ. അവനെ ഞാൻ ആട്ടിത്തെളിച്ച് കൂട്ടിക്കയറ്റി തന്നില്ലേ? അവിടെ ഇട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകനില്ലാതെ പോയല്ലോ. ആരാണാവോ? ചെമ്പ്ര വന്നു കയറിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു വിട്ടില്ലേ? ചുണയില്ലാത്ത ആ വികടൻ ഏനാണോ? മിണ്ടരുത്. നിന്റെ പുരുഷനൊരു വിഡ്ഢി പൊങ്ങനാണ്, മാംസപിണ്ഡം. അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കിയവനാണ് ഞാൻ. എന്നിട്ടിപ്പൊ കൈ വന്നു കേറിയപ്പോ ദാ നിൽക്കുന്നൊരു പൊണ്ണത്തടിയൻ എന്തിന് കൊള്ളാം. അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു. ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല, കുറച്ച് ഭാഗ്യവും മണ്ടയിലുള്ളവനവൻ. അതുകൊണ്ടാ കന്യങ്കൻ തന്നെ അരസിപ്പോയത്. പാവം ആ ഡ്രൈവർ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. അച്ഛാ, കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ അവിടെ ആയുധമായിട്ട് കാത്തു നിപ്പുണ്ടായിരുന്നു, അല്ലേ വാസു? വാള് പിടിച്ച് കാവല് നിപ്പുണ്ടായിരുന്നു. അച്ഛാ, പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്നതായിട്ടൊരു തോന്നലല്ല, സത്യവാ. പിന്നെ പാലപ്പൂവിന്റെ മണവും വടക്കിലിക്കും. സാവിത്രി, യക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി? അതും വെള്ളിയാഴ്ച. അതെ, അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി. നേരം വെളുത്തിട്ട് ഇയാള് കുറെ ഒലത്തി. നിനക്കൊക്കെ ഇവിടെ ധർമ്മപ്പുല്ല് തിന്ന് മാംസം വരിപ്പിച്ച് നിൽക്കാൻ അറിയൂ. പടവട്ടം വേറെ ആളെ വരുത്തണം. ആദ്യമേ നാട് വിട്ടുപോയ ഉണ്ണിമാൻ തിരിച്ചെത്തിട്ടോ. ഒച്ചവച്ചകത്തുള്ളവരെ മുഴുവൻ അറിയിച്ച കൊന്നോളെ ഞാൻ. സർ, വിളിച്ചോണ്ട് പോരണ്ടേ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ പോകുന്ന സ്വാമിയുടെ മാളിന്റെ ഡിസൈൻ എനിക്ക് കിട്ടണം. ചെയ്യാം സർ. ചെല്ലേ. വാ 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 വാ.
അവിടെ നിക്ക. ഇന്നലെ രാത്രി മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോൻ? ഞാൻ ഇന്നലെ കുറച്ച് റേഞ്ച് ഔട്ട് ആയി പോയമ്മേ. കുടിച്ച് ബോധം കെട്ട് കിടക്കായിരുന്നു എന്ന് എനിക്കറിയാടാ. നിന്റെ തല കണ്ട അന്നു മുതൽ എനിക്ക് ആദ്യേ വിധിച്ചിട്ടുള്ളൂ സുഹൃതക്ഷയം. അല്ലാണ്ട് എന്താ? ഇതെന്ത് മറിമായ? ഇതെങ്ങോട്ടാ മാഞ്ഞത്? കേട്ടി അടിച്ചു നൽകരി മരമാക്കരി. നീ എന്നെ മിമിക്രി കാണിച്ച് പേടിപ്പിക്കുന്നു. ഒറ്റ തൊഴിൽ വെച്ചെന്നുണ്ടല്ലോ. എവിടെ അമ്മേൻ പാർട്ടി? രാവിലെ കുട്ടന്റെ കണ്ട് പരാതി പറയാൻ പോയോ? നന്നായി. നിവേദനം സമർപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഒരു ലോഡ് ഉപദേശം ഒരു കൂടെ നെയ്യും കൊടുത്ത് വിടും വലിയ ശാന്തി. ഇപ്പൊ അതൊക്കെ എപ്പോഴേ എത്തി? കുട്ടേട്ടൻ പറഞ്ഞു വിട്ട് 2 കേശാന്തിമാരും വന്നിട്ടുണ്ട്. ദേ കേക്കണില്ലേ വടക്കേക്കാവിലും മണിയും മന്ത്രവും? ഓ ബ്ലാക്ക് മാജിക്. എന്താ? ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതെ, അതിനിപ്പോ എന്താ വേണ്ടേ? ഉണ്ണിയേട്ടാ വേണ്ട കേട്ടോ. ശാരസ്യാര് സമയം കളയാണ്ട് മുകളിലോട്ട് വരിക. ഇപ്പോഴോ? ഇപ്പോഴെന്താ കുഴപ്പം? സമയവും കാലവും ഞാൻ തീരുമാനിക്കും. അനുസരിച്ചാ മതി. ഇതൊക്കെ ആഗ്രഹം തോന്നുമ്പോഴല്ലേ നടക്കൂ. ദൈവമേ, കാണില്ലല്ലോ. കെട്ടി കാളകുടം. ഇന്ന് സേവ നാടൻ വേണോ സായിപ്പ് വേണോ? സായിപ്പ് മതി. എന്റെ ഉത്രാളി കാവിലമ്മേ, എന്നോട് ഒരു ദേഷ്യം തോന്നരുതേ. എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞ തിരിച്ചു പറയാൻ മണി ഇവിടുത്തെ ആരാ? ഇല്ലത്തെ ഉപ്പും ചോറും തിന്നണ ഒരു ജന്മം. അതുകൊണ്ട് കെട്ടിച്ചുമന്ന് കൊടുക്ക തന്നെ. അയ്യോ, തമ്പുരാന് തൊട്ടുകൂട്ടാനുള്ള മീൻ അവിടെ പോയി. നെല്ലിന്റെ ചൂടുകൊണ്ട് ചാടി ഇറങ്ങിപ്പോയോ മത്സ്യം? ഓ ദൈവമേ, കിട്ടി നിറപറ ചെമ്മീനച്ചാറ്. കടലിന് കിട്ടിയ അമൃത കൊമ്പല്ലേ 10,000 പൂഴ്ത്തി വെക്കാൻ. എന്താ ദുർമേധസിന്റെ ഒരു ഒച്ച. പട്ടാമ്പാള് പോലും തോറ്റുപോകും. ഭഗവാനെ, വാങ്ങിയ പടവുമ്പിലേക്ക് വെക്കാ. ശംഖം സചക്രം സഗതം സപത്മം ശംഖം സഖഡ്ഗം സശരം സവേദം ശംഖം സചക്രം സഗതം സപത്മം ശാർഘം സഖഡ്ഗം സശരം സവേദം. കണ്ടില്ലേ, നീച ജാതിയ. ഉണ്ണികളുടെ ആരോ കഥ കഴിക്കണം ചെയ്യിച്ച മാരണ. ആരാ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടത്? നിങ്ങൾ ആരും കണ്ടില്ലേ? ഇല്ല. ആരാ ഇത് ചെയ്തത്? ഇത് ചെമ്പ്രേന്ന് വിട്ടത് തന്നെയാ. സംശയം വേണ്ട എടുത്തി. പുലർച്ചെ ഞങ്ങളെ വിളിച്ചുണർത്തി സാധനം കുളത്തിന്റെ എവിടെ കിടക്കണമെന്നുള്ള സ്ഥാനം വരെ പറഞ്ഞു തന്നു മാധവൻ. ഭഗവാൻ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് പറയൂ. മാരണം കുളത്തിൽ വീണപ്പോഴേ അവൻ ക്ഷേത്രത്തിലിരുന്ന് അറിഞ്ഞിരിക്കണു. അതിന്റെ അർത്ഥം അല്ലേ പാറു? അത് തന്നെയാ എടുത്തി. ഇനി കുഞ്ഞുണ്ണിനെ കുറച്ച് സൂക്ഷിക്കണം. ശത്രുക്കള് കുറച്ചൊന്നും അല്ലേ അവനുള്ളത്. 2 ദിവസത്തേക്ക് ആരെയും കുളത്തിൽ ഇറങ്ങാൻ അയക്കണ്ട. തൽക്കാലം ഇതിവിടെ ഇരുന്നാ മതി. പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഒഴുക്കുക. ഇനി ഉണ്ടാവും ഈ ജാതി പല മാരണങ്ങളും ഈ ഇല്ലത്ത്. ഇക്ക എടുത്ത് നട കടലിൽ കൊണ്ട് താഴ്ത്തണം. എന്റെ 2 മക്കളെയും കാത്തോണേ എന്റെ കൃഷ്ണ. അഭിഷ്ടം അഭിഷ്ടം. കഷ്ടം. എന്ത് കഷ്ടം? ഈ മഹാപാപം ഞാൻ ഏത് ഗംഗയിലെ ഒഴുക്കാന്ന് പറയായിരുന്നു. ഇനി നീ അന്ന് ഗംഗയിലൊന്നും കൊണ്ടുപോയി ഒഴുക്കണ്ട. നമ്മുടെ ഈ തൂതപ്പുഴയിലൊന്നും മുങ്ങിയാ മതി. ഈ പാവത്തിന് അതൊക്കെ മതി. അല്ല, നീ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ എടുത്ത് അടിക്കുന്നു. ഇത് കാലിയല്ല. കുടിച്ചാ കാലിയാവും. താനേ നിറയാൻ അക്ഷയപാത്രം ഒന്നല്ലല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം തിങ്ക് ചെയ്യാം. ഒരു ചെയിൻ വാങ്ങി നിന്റെ കഴുത്തിലിട്ടാലോ? ചെയിൻ മീൻസ് താലി. അയ്യടാ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്കും എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും നീ എന്റെ വൈഫ് ആകുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഈ തട്ടുമ്പോൾ ഒരു ഷാപ്പാക്കാം. പട്ടായ് ഷാപ്പ്, മധുശാല,
നീ ഇവിടത്തെ മധുബാല. എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വീണു മൂക്കിട്ടും കുടിച്ചിട്ട് ഓരോരോ. എന്നിട്ട് നീ നെല്ലൂർ മന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്ക്. താജ്മഹലാണ്, താജ്മഹൽ. താജ്മഹൽ എന്താ ഒരു ഭംഗി. എന്റെ താജ്മഹൽ ഇഷ്ടമല്ലടി മുംതാസേ. ഈ കുട്ടി ഇത് എവിടെ പോയിരിക്കണു? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. തുളസിയേ, നീ എന്താടി ഇങ്ങനെ കണ്ണു പിടിച്ച് നോക്കണേ? എന്താടി വട്ടിയില്? ബാക്കിയിരുന്ന നെൽവിത്ത അവലടിക്കാൻ പെണ്ണുങ്ങൾ വന്ന് നിക്കണു. പെണ്ണുങ്ങളിടിച്ച അവനും കതിരിപ്പഴവും കൂട്ടി കഴിച്ചിട്ട് ഇശി കാലായി. നിക്ക, ആ ഊര് തണ്ടി വന്നൂല്ലേ? ഉണ്ണിയോട്ടിന് ഊര് കണ്ടാൻ പോയതൊന്നുമല്ല, പഴയ ഇല്ലെന്ന് നോക്കാൻ പോയതാ. കുഞ്ഞുണ്ണിയെ ഊര് തണ്ടിന്ന് വിളിച്ചത് കുട്ടി അങ്ങനെ ഇഷ്ടായില്ലാന്ന് തോന്നുന്നു. കണ്ടില്ലേ മൂക്ക് കാന്താരിമുളക് പോലെ അങ്ങനെ ചുവന്നത്? എന്താ ഇവിടെ ഒരു ദുർഗന്ധം? അത് ഞാൻ നല്ല നാറ്റുണ്ടല്ലോ തുളസി. അമ്പലവാസി കൂട്ടുള്ള അടുത്ത് വരുമ്പോ ചന്ദനം മണക്കണ്ടതല്ലേ ഷാരടി? എന്താ അവിടെ ഒരു ജാതി മണം? അശ്രീകരം, ശുദ്ധവും വൃത്തിയില്ല. എടത്തി വരിക. മാറി നിക്ക. എന്തൊക്കെയാണാവോ? കൃഷ്ണ കൃഷ്ണ. എനിക്ക് മനസ്സിലാവുണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം. കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാറിന്റെ മണ. അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലല്ലോ. എനിക്കിഷ്ടാ മത്സ്യഗന്ധിയുടെ ഗന്ധം. മത്സ്യഗന്ധി തട്ട് കെട്ടിലമ്മ. ഇവിടുന്ന് തെക്കോട്ട് 3.5 കിലോമീറ്റർ നടന്നാലേ ഒരു ENT ആസ്പത്രി ഉണ്ട്. അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോ ഈ മൂക്ക് വിടരുന്ന സൂക്കേടും മാറ്റിത്തരും. വേണ്ട, എന്റെ മൂക്ക് പിടിക്കാൻ ഞാൻ ആരും സമ്മതിക്കില്ല.